ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും പൈനാപ്പിൾ ജ്യൂസ് വളരെ ഇഷ്ടമാണല്ലോ. പൈനാപ്പിൾ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോഴത്തേന് ഈ ചൂട് സമയത്ത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കണം. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ആ ക്ഷീണം അതുപോലെ മാറാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ പൈനാപ്പിൾ സാധാരണ കട്ട് ചെയ്തിട്ട് ഇതിന് പഞ്ചസാര ഇട്ടാണ് പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആർക്കും അങ്ങനെ കഴിക്കാൻ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. ജ്യൂസായിട്ട് കഴിക്കുമ്പോഴത് ശരീരത്തിൽ നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ വയറിന് നമ്മൾ കഴിച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ ദഹിപ്പിക്കാനായിട്ടും ഈ പൈനാപ്പിൾ ജ്യൂസിന് നല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് പൈനാപ്പിൾ ഇപ്പോൾ സദ്യക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സദ്യ കഴിയുമ്പോഴത്തേക്കും അവർ പൈനാപ്പിൾ കട്ട് ചെയ്ത ഒരു പീസ് തരാറുണ്ടല്ലേ. അത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ ഇറച്ചി അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ദഹനശക്തി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അല്ലാതെ അതൊരു സ്നാക്സായിട്ടല്ല നമുക്ക് തരുന്നത്. അപ്പോൾ അത് നമ്മൾ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പുഡിങ് കഴിക്കുന്ന പതിവുണ്ട്. പ്രത്യേകിച്ച് പട്ടാളക്കാരുടെ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അവർക്ക് പ്രത്യേകിച്ച് എന്തൊരു നിർബന്ധങ്ങളാണെന്നറിയാമോ? ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പുഡിങ്, അതായത് ഒരു പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫ്രൂട്ട്സ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പൈനാപ്പിൾ ഇങ്ങനെ നന്നായിട്ട് ചെത്തിയെടുത്തിട്ട് അതിൻ്റെ നടുക്കത്തെ ഇത് കളയണം, അല്ലെങ്കിൽ നമുക്ക് ചൊറിയും. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 2 ദിവസമായി കഴിച്ചത്. ഞാൻ ഒരു കല്യാണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇനിയിപ്പം കുറച്ച് പീസേ ഉള്ളൂ, എങ്കിലും നമുക്കത് വച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം പൈനാപ്പിൾ പിന്നെ ഉപ്പിലിട്ട് കഴിക്കുന്നവരുണ്ട്. ഇത്തിരി മുളക് പൊടി, അതുപോലെ ശകലം ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ശകലം എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ പാനിൽ ഇങ്ങനെ പയ്യെ നമ്മുടെ പഴംപൊളി ഉണ്ടാക്കുന്ന പോലെ വറുത്ത് കഴിക്കാം. അതും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പച്ചമുളക് കീറിയിട്ടിട്ട് ഉപ്പിട്ട് വയ്ക്കണം. കുറച്ച് നേരം വച്ചതിന് ശേഷം നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, ധാരാളം മേടിച്ച്. അതുപോലെ തന്നെ ഇപ്പോഴും മിക്ക കടകളിൽ, ബീച്ച് സൈഡിലുള്ള കടകളിലൊക്കെ കാണാമല്ലോ, ചില്ലുഭരണിയിൽ ഇങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ട് അത് എന്താ പറയുക, നല്ല രസമാണ് അത് മേടിച്ച് കഴിക്കാനായിട്ട്. നല്ല ഒരു മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു അവസ്ഥ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചടി ഉണ്ടാക്കും, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇരുന്ന് കഴിക്കും. അങ്ങനെയല്ല, നമ്മൾ ഓരോന്ന് പരീക്ഷിക്കണം. ഓരോന്നും ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ജ്യൂസായിട്ടും അല്ലാതെ അങ്ങനെ പല വിധത്തിലുള്ള വിഭവങ്ങൾ നമുക്കുണ്ടാക്കാം. അതുപോലെ തന്നെ പച്ചടി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. അതും ഒരു പഴവും കൂടെ കൂടി, നേന്ത്രപ്പഴവും കൂടെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങയും ജീരകവും അതുപോലെ പച്ചമുളകും അരച്ച് നല്ല കട്ട തൈരൊഴിച്ച് കടുക്, മുളക്, ഉലുവയൊക്കെ ഇട്ട് പച്ചടി ഉണ്ടാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ഒരു ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ ജ്യൂസ് തയ്യാറാക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ പൈനാപ്പിൾ അരിയുന്നത്. പൈനാപ്പിൾ അരിഞ്ഞു കഴിഞ്ഞു. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 2 ഗ്ലാസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ പൈനാപ്പിൾ ജ്യൂസ്? എനിക്കിഷ്ടമാണ്. പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചാൽ നമ്മുടെ വയറിന് നല്ല ഇത് കിട്ടും. വയറ്റിൽ നിന്നുള്ള അഴുക്കുകളെല്ലാം പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വയറ് നല്ല ക്ലീൻ ആവും. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇത്രയും പൈനാപ്പിളാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജ്യൂസറിൽ അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. കാരണം അത് നമുക്ക് പിന്നീട് അരിച്ചെടുക്കേണ്ട ആവശ്യം വരികയില്ല. പക്ഷേ എങ്കിലും ഇപ്പം നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഇപ്പം ഒരു 2-3 സ്പൂൺ പഞ്ചസാര, മധുരം വേണമെന്നുള്ളവർക്കാണ്. എനിക്കിത്തിരി മധുരം വേണം, കാരണം പുളി മുന്നോട്ട് വന്നാലും നമുക്ക് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പഞ്ചസാരയും പൈനാപ്പിളും കൂടെ മിക്സിയിൽ ഇട്ടു.
ഇനി അതിന് ശേഷം നമുക്ക് മിക്സിയുടെ അടുത്തേക്ക് പോകാം. ഞാൻ മിക്സി വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ അവിടെയാണ്. അവിടുത്തെ കണക്ഷന് എനിക്ക് റെഡി ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയാണ് മിക്സി വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. ജ്യൂസ് അരിച്ചെടുക്കണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് മിക്സി ഓൺ ചെയ്യാം. മിക്സി ഓൺ ചെയ്ത് തുറന്ന് നോക്കാം. നന്നായിട്ട് അരിഞ്ഞു എന്ന് നോക്കാം. അപ്പം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്തപ്പോഴുള്ള നമ്മുടെ പൈനാപ്പിൾ ജ്യൂസിൻ്റെ കളർ കണ്ടോ? നല്ലൊരു കളറാണ് ഗൈസ്. ഇനി നമുക്ക് അത് ഒരു ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അരിച്ചെടുത്താൽ അതിലുള്ള ഇതുണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രമാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ കണ്ണകലുള്ള നല്ലൊരു അരിപ്പ എടുക്കുക. അരിപ്പ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നാന്ന് വെച്ചാൽ ഇതിലുള്ള നമ്മുടെ ഇതിൻ്റെ ചില ആളുകൾക്കത് വായിൽ തടസ്സം ഉണ്ടാവും, അതുപോലെ തന്നെ തൊണ്ടയിൽ കുടുങ്ങിയാലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാനായിട്ട് ഇത് ഇത്തിരി ജ്യൂസർ ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ ജ്യൂസർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ചെടുത്തത്. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്ത നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതാണ് നമ്മുടെ ജ്യൂസ്. കണ്ടോ, ഇതാണ് പൈനാപ്പിൾ ജ്യൂസ്. നല്ല കളറാണ് അല്ലേ? നല്ലൊരു പൈനാപ്പിളിൻ്റെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ 2 കട്ട ഐസ് കട്ട ഇതിലിട്ടാൽ മതി. അപ്പോൾ പാകത്തിന് മധുരമുണ്ട്. പുളി ഒന്ന്
ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു 2-3 സ്പൂൺ പഞ്ചസാര ഇടുന്നത്. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ പൈനാപ്പിളിൻ്റെ ചെറു മധുരം, നന്നായിട്ട് പഴുത്ത പൈനാപ്പിളാണെങ്കിൽ മധുരം കിട്ടും. അത്രയും മധുരം മതി, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഈ ചൂട് സമയത്ത് തണ്ണിമത്തൻ്റെ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിക്കുന്ന നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ ജ്യൂസ് തന്നെ ഇന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയത്. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ കൂട്ടുകാരെ, ഇനി പുതിയൊരു വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം. ഹായ്, എന്നാൽ തരാൻ കേട്ടോ.